പ്രധാനമന്ത്രിയുടെ ആ ഇസ്രായേൽ സന്ദർശനത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ആളുകൾക്കിടയിൽ ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു സംശയം ഉണ്ടാവില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് പറഞ്ഞു, പിന്നെ നെതന്യാഹു നിങ്ങൾ പണി തുടങ്ങിക്കോളൂ, ഞാൻ വന്ന് എല്ലാം അനുവാദം കൊടുക്കാൻ വേണം. അതൊക്കെ വെറുതെ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ പൊട്ടത്തരങ്ങളാണ് അതൊക്കെ. അതൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ലെന്ന്. ജനങ്ങൾക്ക് അതൊക്കെ അറിയാമല്ലോ. അദ്ദേഹം പോയിരുന്നാണ് ഇസ്രായേൽ, അദ്ദേഹം സന്ദർശിച്ചു, അവിടെ എത്രയോ കരാറുകൾ നമ്മൾ ഒപ്പിട്ടു. ഇസ്രായേൽ നമ്മളുടെ ഒരു സൗഹൃദ രാഷ്ട്രമാണ്. ഇറാനുമായിട്ടും നമുക്ക് അതേപോലുള്ള സൗഹൃദമുണ്ട്. നോക്കൂ, ഇറാനിൻ്റെ ഏറ്റവും പരമോന്നതനായ നേതാവ് മരണപ്പെട്ടതിന് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി അവരുടെ എംബസിയിലെത്തി അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെല്ലാ ലോകരാജ്യങ്ങളുമായിട്ടും നല്ല സൗഹൃദം. നോക്കൂ, അഫ്ഗാൻ ഒരു സമയത്ത് നമ്മളെ എതിർത്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് താലിബാൻ. ഇന്ന് നമ്മൾ എന്തെല്ലാം സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാത് സ്ഥലത്തുണ്ടാകുന്ന ഭരണകൂടവുമായി നല്ല ഗുഡ് റിലേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഈ വിഷയത്തിൽ ഇന്ത്യ ഒരു ശക്തമായ ഒരു നിലപാടെടുക്കുന്നില്ല എന്നൊരു ആരോപണം. എന്താണ് നമുക്ക് നിലപാടെടുക്കാൻ സാധിക്കും? നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചിന്തി. ഇവർ ഈ നിലപാട് പറഞ്ഞാൽ നമ്മൾ എന്ത് പറ്റും? ഇറാനിലേക്ക് നമുക്ക് അംഗീകരിക്കണം, നമ്മുടെ പട്ടാളക്കാരെ വിടണം. എന്തെങ്കിലും നിലപാടെന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ അവിടെ എടുക്കുന്ന ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ഈ യുദ്ധം അവസാനിപ്പിക്കണം. ഈ നിലപാടാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അത് നമ്മളിപ്പോൾ നമ്മുടെ ഇറാൻ കപ്പലിന് നമ്മൾ അഭയം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇപ്പം സഹാക്കന്മാർ പറയുന്നത് എന്താണ്, കേരളത്തിൽ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യത്തെ കേരളത്തിൽ അങ്ങനെയൊക്കെയാണോ? അല്ലല്ല. ഇറാൻ കപ്പലിന് നമ്മൾ അഭയം കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ നാവികരെ സുരക്ഷിതമായി നമ്മൾ പാർപ്പിക്കുന്നുണ്ട്. ഇടപെടുക എന്ന് പറഞ്ഞാൽ വെറുതെ വന്നിട്ട് ഇല്ല ആൾക്കാർ പറഞ്ഞാൽ ചുമ്മാ അടിയടാ പിടിയടാ അങ്ങനെയൊന്നും അല്ലല്ലോ. കൃത്യമായ നിലപാട്. നമ്മുടെ രാജ്യത്തിന് ഒരു പോളിസിയുണ്ട്. ആ പോളിസിക്കകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഈ യുദ്ധത്തിന് നമ്മൾ സമാധാനം സ്ഥാപിക്കണമെന്ന് എല്ലാവരോടും ആവശ്യപ്പെടുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഈ യുദ്ധത്തിൽ പങ്കുചേർന്ന് വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് നമ്മുടെ രാജ്യത്ത് വിളിച്ചുകൊണ്ട് പോകണം, അതിൻ്റെ ആവശ്യമില്ല. അത് വെറുതെ പറഞ്ഞില്ല. ഉക്രൈൻ റഷ്യ യുദ്ധവുമായി അവരുടെ പരസ്പരം അവർ തമ്മിലുള്ള യുദ്ധത്തിൽ സാറ് നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ അതെടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ഉക്രൈനിലുള്ള മലയാളികളെ നാട്ടിലെത്തിക്കുന്നതിന് സാറ് ഒരുപാട് ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാം. അത് ഈ റഷ്യ യുക്രൈൻ വാറുണ്ടായ സമയത്ത് ബി ജെ പി ഓരോ ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കും. ഇപ്പം ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഈ വിഷയം ഉണ്ടായ സമയത്ത്, അതായത് ഈ പറഞ്ഞ ഇറാൻ ഇസ്രായേൽ സംഘർഷം ഉണ്ടായ സമയത്ത് ഞങ്ങളുടെ ഓഫീസിൽ ഹെൽപ്പ് ഡെസ്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു കേന്ദ്രമന്ത്രി വി മുരളീധരൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ദേശീയ വ്യാപകമായിട്ട് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചു. കാരണം ഈ കുട്ടികളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അന്ന് കൊല്ലം ജില്ലയുടെ ചാർജായിരുന്നു എനിക്ക്. കൊല്ലം ജില്ലയിൽ നിന്ന് അന്ന് യുക്രൈനിൽ പെട്ടുപോയത് 340ഓളം കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ച് ഇവർ ബങ്കറുകളാണ്. ഇതേപോലുള്ള യുദ്ധമല്ല അത് ഡയറക്റ്റ് ഫൈറ്റാണ്. അതായത് യുക്രൈൻ റഷ്യ തമ്മിൽ നല്ല ഫൈറ്റ് കിടക്കുന്ന സമയമാണ്. ഈ കുഞ്ഞുങ്ങൾ പേടിച്ച് ഇവരുടെ രക്ഷകർത്താക്കളൊക്കെ പേടിച്ചിരുന്ന സമയത്ത് നമ്മൾ ഈ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ച് നമ്മുടെ നമ്പർ കൊടുത്തു. അപ്പോൾ ആ സമയത്ത് ഈ രക്ഷകർത്താക്കൾ നമ്മളെ വിളിക്കും. ആ കുട്ടികൾ നമ്മളോട്ട് കണക്ട് ചെയ്ത് തരും. ആ കുട്ടികൾ അവിടെ നമ്മളെ വിളിച്ച് വീഡിയോ കോൾ വിളിച്ച് ഓരോരുത്തർ കാണിക്കാണ്ട് കേട്ടോ ഇവിടെ പോകുമ്പോഴും ഇവിടെ പോകുമ്പോഴും പറഞ്ഞ് കുഞ്ഞുങ്ങൾ പാനിക്കായിട്ട് വിളിക്കും. അപ്പോൾ നമുക്ക് ബന്ധപ്പെടാൻ നമ്മുടെ സ്റ്റേറ്റ് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് ബി ജെ പിയുടെ. ആ സ്റ്റേറ്റ് ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയവുമായിട്ടോ അല്ലെങ്കിൽ എംബസികളുമായിട്ടൊക്കെ നമുക്ക് ചില കണക്ഷൻസ് അവർ തരും. ഈ കണക്ഷൻസ് വഴി നമ്മൾ ഈ കുട്ടികൾ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തുക, അവർക്ക് ഫുഡ് അല്ലെങ്കിൽ അവരുടെ നീഡ്സ് എന്തൊക്കെയാണ് അതൊക്കെ പരിശോധിച്ചിട്ട് അത് എത്തിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഈ കുട്ടികളെ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്തു. കാരണം നമ്മൾ നോക്കൂ, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യുദ്ധം നിർത്തിവെച്ച സാഹചര്യമുണ്ട്. റഷ്യ ബോംബിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് ഇന്ത്യൻ കുട്ടികളെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളാണ് മറ്റ് ശ്രീലങ്കക്കാരെ ബംഗ്ലാദേശികളെ ഒക്കെ നമ്മൾ കൊണ്ടുവന്നു. പാകിസ്ഥാൻ കൊണ്ടുവന്നു തോന്നുന്നു, ആരൊക്കെയോ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. യുദ്ധം നിർത്തിവെച്ച് കൊടുത്തു. അപ്പോൾ ആ സമയത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുക, രക്ഷകർത്താക്കളോട് നിങ്ങൾ ഭയക്കണ്ടെന്ന് പറയുക. അങ്ങനെ 340ഓളം കുട്ടികൾ. ഈ കുട്ടികളെല്ലാം ഇപ്പോഴും എൻ്റെ ഫോൺ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ 350 പേരുടെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോഴും എനിക്ക് നല്ല ബന്ധമുണ്ട്. അവരുടെ വിവാഹത്തിനൊക്കെ വിളിക്കും. ഇപ്പോൾ ചിലർക്ക് വിവാഹത്തിന് വിളിക്കും, പറ്റുന്നൊക്കെ ഞാൻ പോവാറുണ്ട്. നല്ല അവരുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഫംഗ്ഷൻസിനൊക്കെ വിളിക്കും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ രക്ഷപ്പെടുത്തി അതിർത്തി കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഈ സേവാഭാരതി പോലെ ഞങ്ങൾക്ക് ഇൻ്റർനാഷണൽ സേവാ ഇൻ പറഞ്ഞൊരു സംഘടനയാണ്. അപ്പോൾ ഈ സേവാ ഇൻ്റെ പ്രവർത്തകർ ഇവരെ അവിടെ ഈ അതിർത്തി റൊമാനിയ, പോളണ്ട്, ഹംഗറി, മാൾട്ട, മോൾഡോ ഇതെല്ലാം കാണാപ്പാടെ പഠിച്ചു. കാരണം ഈ അതിർത്തിയിലൊക്കെയാണ് ഈ കുഞ്ഞുങ്ങൾ വരുന്നത്. അവിടെ ചെന്ന് ഇവർ സ്വീകരിച്ചിട്ട് പറയുന്ന പോലെ BJP കൊല്ലത്തുനിന്ന് ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് ആൾ പറഞ്ഞിട്ട് വരികയാണെന്നൊക്കെ പറയുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ആശ്വാസമാണ്. അവർക്ക് വേണ്ടുന്ന എല്ലാ ഷെൽട്ടറും കൊടുത്ത് അവരെ താമസിപ്പിച്ച് അവരെ ഒന്ന് മെൻ്റലി ഫിറ്റ് ആക്കിയതിന് ശേഷമാണ് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത്. എന്നെ സംബന്ധിച്ച് ഒരു വലിയ സ്ട്രഗ്ലിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസമൊക്കെ ഞാൻ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. കാരണം രാത്രിയിലൊക്കെ ഇങ്ങനെ മെസ്സേജ് വരും. എവിടെയെങ്കിലും ഒരു സ്ഫോടന സൗണ്ട് കേൾക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഭയന്ന് വീഡിയോ കോൾ ചെയ്യും. ചേട്ടാ എന്ന് പറയും. കാരണം എല്ലാം 17-18 വയസ്സുള്ള നമുക്ക് ഇതിനല്ലേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം തന്നെയല്ലേ. പണ്ടൊക്കെ ഇപ്പം ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് എന്താവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും എനിക്ക് IT എഞ്ചിനീയർ ആവണം, കളക്ടർ ആവണം, ഡോക്ടർ. ഇപ്പം പറഞ്ഞ് UK പോകണമെന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങളെല്ലാം പോവില്ലേ.